അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട ഗവേഷക വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ സംസാരം സൂറത്ത് യാസീൻ. കലുഷിതമായ കാലഘട്ടത്തിലെ ഈ ഒരു അവസ്ഥയിൽ ഖുർആന്റെ ഹൃദയം, അതിലെ വിശ്വാസം, ധാർമ്മികത, സമകാലിക ആത്മീയ രൂപീകരണം എന്നിവയെക്കുറിച്ചുള്ള ഒരു പഠനമാണ്, സമ്മിശ്ര പഠനമാണെന്ന് നമ്മൾ നടത്തുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കിത് കൃത്യമായി കണ്ടെത്താൻ കഴിയും. ഖുർആന്റെ ഹൃദയവും അതിൻ്റെ ദൈവശാസ്ത്രപരമായ വാസ്തുവിദ്യയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സൂറത്ത് യാസീൻ സത്യത്തിൽ ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. സൂറത്ത് യാസീൻ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീൻ മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ അതീവ പ്രാധാന്യമുള്ള സ്ഥാനമാണ് വഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മരണവീടുകളിലും അതുപോലെ തന്നെ മരണാസന്നമായി കിടക്കുന്ന ആളുകളുടെ അടുത്ത് ഒക്കെ യാസീൻ, അതല്ലെങ്കിൽ നമ്മുടെ ഏത് ഫംഗ്ഷനിലും യാസീൻ ഒത്ത് ഒരു പ്രധാനമായ ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഖുർആനിൻ്റെ ഹൃദയമാണ് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇത് ഖുർആനിൻ്റെ ഹൃദയമാകുന്നത്? അത് അതിൻ്റെ ആഴത്തിലുള്ള വിഷയങ്ങളും വിശ്വാസികളിൽ ഉണ്ടാകേണ്ട ആത്മീയ ആധ്യാത്മിക സ്വാധീനവും വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ അവതരിപ്പിക്കുന്ന രീതി എന്നിവയെ പരിഗണിച്ചുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ ഒരു ഹൃദയമായി മാറുന്നത്. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതിന് മഹത്തായ പ്രതിഫലമുണ്ട്. വിശുദ്ധ ഖുർആൻ 10 തവണ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ഇതിന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ വിശ്വാസത്തിൻ്റെ അനിവാര്യമായ 3 സ്തംഭങ്ങളെ സംയോജിപ്പിച്ച് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതായത്, ഒന്ന് സമ്പൂർണമായ വിശ്വാസ പ്രമാണം, അതായത് അഖീദ. 2 മോണോതിസം, ഏകദൈവ വിശ്വാസം. 3 പ്രവാചകത്വം, റിസാലത്ത്. ഈ 3 കാര്യങ്ങളെയും അതുപോലെ തന്നെ ആഖിറ, ഉയർത്തെഴുന്നേൽപ്പ്, ബഅത്ത്, ഇത് കൃത്യമായി ഈ സൂറയിൽ സംയോജിപ്പിച്ചിട്ട് വ്യക്തമാക്കി തന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്തിലെ വാക്യങ്ങൾ ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ വിശ്വാസികളെ നയിക്കുന്ന ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം. സൂറത്ത് യാസീനിലെ 31 മുതൽ 5 വരെയുള്ള ആയത്തുകൾ. സൂറത്ത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. ഇത് ഈ അക്ഷരങ്ങളുടെ കൃത്യമായ അർത്ഥം അതൊരു ദിവ്യ രഹസ്യമായി ഇന്നും തുടരുന്നുണ്ട്. എന്നാൽ ഈ യാസീൻ എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ സാന്നിധ്യം അല്ലാഹുവിൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ വിനയം പ്രകടിപ്പിക്കാനും ആഴത്തിൽ ചിന്തിക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ്. എന്താണ് റിസാലത്ത്? നമ്മൾ തുടങ്ങിയല്ലോ, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അവിടെ ഇന്നക ലമിനൽ മുർസലീൻ, പ്രവാചകത്വത്തിൻ്റെ സാധുതയെക്കുറിച്ച്, റിസാലത്തിനെ കുറിച്ച് പറയാം. ഇന്നക ലമിനൽ മുർസലീൻ. സൂറത്തിൻ്റെ പ്രാരംഭം, അതിൻ്റെ തുടക്കം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തുന്ന ഒരു രംഗമാണ്. നബി തങ്ങൾ നടന്ന പാതയും പ്രബോധനം ചെയ്ത സന്ദേശവും വഴികാട്ടലിൻ്റെയും സത്യസന്ധതയുടെയും അടിസ്ഥാനത്തിലാണ് എന്നും ഇത് സർവശക്തനും കാരുണികനുമായ അള്ളാഹുവിൽ നിന്നുള്ള
മരണമാണ് എന്നും വിശദീകരിക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ഒരു മതമല്ല, മറിച്ച് അല്ലാഹുവിൽ നിന്ന് നേരിട്ട് അവതരിപ്പിച്ച നേർവഴിയാണ്. നേരായ മാർഗമാണ്, ചൊവ്വായ മാർഗമാണ്. സൂറത്ത് യാസീൻ ഖുർആന്റെ ഹൃദയമായി കണക്കാക്കപ്പെടുന്നതിന്റെ കാരണം അതിന്റെ വിഷയപരമായ കാര്യക്ഷമതയാണ്. ഈ സൂറത്ത് അടിസ്ഥാന വിശ്വാസങ്ങളെ കേന്ദ്രീകരിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലെ വിശ്വാസികൾക്ക് നൽകുന്ന തിരുത്തലാണ്. ചില പണ്ഡിതന്മാർ ഫിഖ്ഹ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അടിസ്ഥാനപരമായ വിജ്ഞാനങ്ങളെ, അതായത് അഖീദയെ, ഉസൂലുദ്ദീനിനെ അവഗണിക്കുകയും ചെയ്ത ഒരു പ്രവണതയെക്കുറിച്ച് ഇവിടെ ഇതിൻ്റെ ക്ലാസിക്കൽ വ്യാഖ്യാനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തറവൊരുക്കാതെ കെട്ടിടത്തിൻ്റെ ശാഖകൾ ശക്തിപ്പെടുത്തുന്നതിനോട് ഖുർആൻ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്ത് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന അടിസ്ഥാന പ്രമാണങ്ങൾ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുമ്പോൾ അടിസ്ഥാനമില്ലാതെ പോയ ഒരു ദൈവശാസ്ത്രപരമായ അസുന്ദരിതാവസ്ഥയ്ക്കുള്ള ഘടനാപരമായ പരിഹാരമായി ഇത് മാറുന്നുണ്ട്. മാത്രമല്ല ഈ സൂറത്ത് അശ്രദ്ധരായ ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ്. സൂറത്ത് യാസീൻ സത്യനിഷേധികളെ കുറിച്ചും പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ കുറിച്ചും പറയുന്നുണ്ട്, കൃത്യമായി വിശദീകരിക്കുന്നു. സത്യത്തെ സ്ഥിരമായി നിഷേധിക്കുന്ന ആളുകളുടെ മനോഭാവത്തെ കൃത്യമായി എടുത്തു കാണിക്കുന്നു. നിഷേധികളിൽ ചിലർക്ക് അവരുടെ കഴുത്തിൽ എത്തത്തക്ക വിധം കുരുക്കുകൾ വെക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവരുടെ ശിരസ്സുകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അത് അവരുടെ ധാർഷ്ട്യത്തെയും സത്യം സ്വീകരിക്കാനുള്ള വൈമനസ്യത്തെയും ആലങ്കാരികമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. സത്യനിഷേധം എന്നത് കേവലം ഒരു ബൗദ്ധികമായ പിഴവല്ല, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ധാർഷ്ട്യമുള്ള അശ്രദ്ധയുടെ ഒരു അവസ്ഥയാണെന്ന് സൂറത്തിൻ്റെ വിവരണങ്ങൾ നൽകുന്നുണ്ട്. ഗാഫിലിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ ലോകം തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധം മാറാൻ അല്ലാഹുവിന് കഴിവുണ്ടെന്ന് അറിയാമെങ്കിലും അവർ സത്യം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു. അപ്പോൾ ആരെയാണ് അവർ സഹായത്തിനായി വിളിക്കുക? ഈ ചോദ്യം അല്ലാഹുവിനെ കുറിച്ചുള്ള ഉൾബോധം അവർക്കുണ്ടെങ്കിലും അതിനെ അംഗീകരിക്കാൻ അവർ വിസമ്മതിക്കുന്നു എന്ന് തെളിയിക്കുന്നുണ്ട്. ഈ വീക്ഷണം ആധുനിക ദഅവത്തിന്റെ, അതായത് പ്രബോധനത്തിന്റെ വെല്ലുവിളിയെ വെറും വാദപ്രതിവാദത്തിൽ വിജയിക്കുന്നതിൽ നിന്ന് ഒരാത്മീയ രോഗ ചികിത്സ നടത്തുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. അശ്രദ്ധയിൽ മുഴുകിയ വ്യക്തികൾ വിധി ന്യായമായും തങ്ങളെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതരാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ ഉസൂലുദ്ദീൻ, അതായത് മതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ അവഗണിക്കില്ലായിരുന്നു. അവർക്ക് സ്വന്തമായി അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നിട്ടും അവർ അതിൽ അലസത കാണിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ സൂറത്ത് യാസീനിൽ ബൗദ്ധികമായ ചലഞ്ച്, അതായത് വെല്ലുവിളി നടത്തുന്നു. അതായത് ഉയർത്തെഴുന്നേൽപ്പും ആധുനിക ഭൗതികവാദത്തിൻ്റെ ഇന്നത്തെ പ്രതിസന്ധിയെയും കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആധുനിക യുഗത്തിൽ ഭൗതികവാദവും നിഷേധവാദവും ശക്തമായ വെല്ലുവിളികൾ ഉയർത്തുന്നു. സൂറത്ത് യാസീനിലെ ഒരു സുപ്രധാന ഭാഗം ഉയർത്തെഴുന്നേൽപ്പ്, ആഖിറത്ത് എന്ന ആശയത്തെ സ്ഥാപിക്കുന്നതിനായി സമർപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ശരീരം ചിതറിപ്പോയ ശേഷം അതേ വ്യക്തിയായി എങ്ങനെ പുനർസൃഷ്ടിക്കപ്പെടും എന്ന സന്ദേഹവാദികളുടെ ആത്യന്തികമായ ചോദ്യത്തിന് സൂറത്ത് യാസീൻ ഉത്തരം നൽകുന്നു. ഈ സൂറത്ത് ന്യായവിധി ദിവസം എന്ന് പറഞ്ഞാൽ വിചാരണ ദിവസം അതിൻ്റെ യാഥാർത്ഥ്യം ശക്തമായി ഊന്നിപ്പറയുന്നുണ്ട്. വ്യക്തികൾ അവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ദിവ്യമായ വിചാരണയെ നേരിടുന്നതിനെ കുറിച്ച് വ്യക്തമായി വിശുദ്ധമായ സൂറത്ത് യാസീൻ വിശദീകരിക്കുന്നു. മരണാനന്തര ജീവിതം, ന്യായവിധി ദിവസം, സ്വർഗം, നരകം എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദുശ് ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ.
മനുഷ്യനോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. ഇനി സൂറത്ത് യാസീൻ ദിവ്യമായ സർവശക്തിക്കുള്ള യുക്തിപരവും ബൗദ്ധികവുമായ തെളിവുകളോടുകൂടിയാണ്. സൂറത്ത് യാസീൻ ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്നവർക്ക് മറുപടി നൽകി. മാത്രമല്ല, ഈ മറുപടികൾ പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങളെയും മനുഷ്യന്റെ സ്വന്തം ഉത്ഭവത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി ബോധ്യപ്പെടുത്തി കൊടുത്തു. ഖുർആന്റെ ചോദ്യം നോക്കൂ. ഖുർആൻ മനുഷ്യന്റെ ജൈവിക ഉത്ഭവം ഒരു തെളിവായി ഉപയോഗിക്കുന്നു. ഒരു ബീജത്തിൽ നിന്ന്, നുത്ഫയിൽ നിന്ന് വളരെ നിസ്സാരമായി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും അവൻ തൻ്റെ സൃഷ്ടാവിനെതിരെ വ്യക്തമായ ശത്രുവായി പെരുമാറുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. ആധുനിക ഭ്രൂണശാസ്ത്രം ഓരോ മനുഷ്യനും ഒരു സൂക്ഷ്മ തുള്ളിയിൽ നിന്ന്, അതായത് ബീജത്തിൻ്റെയും മണ്ഡത്തിൻ്റെയും സംയോജനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന ഖുർആനിൻ്റെ പ്രസ്താവനയെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ വസ്തുത മനുഷ്യന്റെ അഹങ്കാരത്തെയും സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള മിഥ്യാധാരണയെയും വെല്ലുവിളിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഒരു സൃഷ്ടിക്ക് എങ്ങനെ സൃഷ്ടാവിൻ്റെ ശക്തിയെ നിഷേധിക്കാൻ കഴിയും? ഇനി വീണ്ടും തെളിവുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഉണങ്ങിയതോ ചിതറിയതോ ആയ വസ്തുക്കൾക്ക് വീണ്ടും ജീവൻ നൽകാനുള്ള ദിവ്യമായ ശക്തിയുടെ തെളിവായി ഈ സൂറത്ത് പ്രകൃതിയിൽ നിന്നുള്ള പ്രതിഭാസങ്ങളെ എടുത്തു കാണിക്കുന്നത്. അതാണ് ഒരു ആയത്ത്. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറാ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തരുന്നവനാണവൻ. ഈ ദൃഷ്ടാന്തം, അതായത് ഈർപ്പം, തണുപ്പ് എന്നിവയുടെ സ്രോതസ്സായ പച്ചമരത്തിൽ നിന്ന് ചൂട്, ഹീറ്റ് എനർജി, അത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെ ഖുർആൻ പ്രദർശിപ്പിച്ചു തരുന്നുണ്ട്. അതായത് രണ്ട് വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാനുള്ള അല്ലാഹുവിൻ്റെ കഴിവിനെ സ്ഥാപിക്കുകയും മരിച്ചവർക്ക് ജീവൻ നൽകാനുള്ള ശക്തിയെ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘട്ട എന്ന് പറഞ്ഞാൽ കൃത്യമായി സന്ദേഹവാദികൾക്കും യുക്തിവാദികൾക്കുമുള്ള മറുപടിയാണ് ഇവിടെ നൽകുന്നത്. വിശുദ്ധ ഖുർആൻ സന്ദേഹികൾക്കുള്ള ആത്യന്തികമായ മറുപടി ദിവ്യമായ സർവശക്തിയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം മാത്രം മതി അവനൊരു കാര്യത്തോട് ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോൾ അത് ഉണ്ടാകുന്നു. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരേ സമയം പുനരുജ്ജീവിപ്പിക്കുന്നത് അനായാസമാണെന്ന് ഇത് ഉറപ്പിച്ചു പറയുന്നു. തന്റെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ദൈവത്തിന് ഫാക്ടറികളോ അസംസ്കൃത വസ്തുക്കളോ യന്ത്രങ്ങളോ ആവശ്യമില്ല എന്ന കൃത്യമായ വിവരണമാണ് ഇവിടെ നടത്തുന്നത്. ഈ ആശയം സമയബന്ധിതമായി നിയമങ്ങളാൽ പരിമിതപ്പെടുത്താതെ ഒരു ദൈവിക കൽപ്പനയെ എടുത്തു കാണിക്കുകയാണ്. ഇനി നോക്കൂ, വീണ്ടും നിഷേധവാദത്തെയും അസ്തിത്വപരമായ ഉത്കണ്ഠയെയും പ്രതിരോധിക്കാൻ സൂറത്ത് യാസീന് സാധ്യമാകുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ചോദ്യങ്ങൾക്ക് പ്രസക്തവും വ്യക്തവും ഉറപ്പുള്ളതുമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ഒരു വഴികാട്ടിയുടെ വഴികാട്ടലില്ലാതെ ഹൃദയത്തെ അലട്ടുന്ന അസ്തിത്വപരമായ ഉത്കണ്ഠയെ പരിഹരിക്കുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു, എൻ്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എവിടേക്കാണ് പോകുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് സൂറത്ത് കൃത്യമായ മറുപടി നൽകുകയാണ്. സൂറത്തിൻ്റെ സമാപനത്തിൽ അല്ലാഹുവിൻ്റെ ആത്യന്തികമായ ആധിപത്യത്തെ, മലക്കൂത്തിനെ ഉറപ്പിച്ച് ദൃഢമാക്കുന്ന ഒരു രംഗമുണ്ട്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ഈ ആശയം ദൈവനിഷേധവാദത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൈകളിൽ മലക്കൂത്ത്, സകലതിൻ്റെയും ആധിപത്യം ഉള്ളിടത്തോളം കാലം പ്രപഞ്ചം ലക്ഷ്യബോധമുള്ളതും നിയന്ത്രിതവുമാണ്.
ആത്യന്തികമായ നീതി ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ജീവിതം അർത്ഥശൂന്യവും അരാജകവുമാണ് എന്ന നിഷേധപരമായ വാദത്തെ പൂർണ്ണമായി നിരാകരിക്കുകയാണ്. ഇവിടെ ആര് ആക്രമിക്കുകയാണെങ്കിലും ആര് എതിർക്കുകയാണെങ്കിലും എല്ലാത്തിൻ്റെയും പരമാധികാരം അല്ലാഹുവിൻ്റെ കയ്യിലാണ്. അവനിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അവിടെ മഹാസഭ നടക്കുന്നുണ്ട്, അവിടെ വിചാരണ നടക്കുന്നുണ്ട്, അവിടെ ന്യായവാദങ്ങൾ കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് നീതി ലഭിക്കുമെന്ന കൃത്യമായ ബോധം. നമ്മൾ നോക്കൂ, ഇനി ഈ ആധുനിക ഭൗതികവാദത്തിൽ അസ്തിത്വപരമായ സംശയങ്ങൾക്കെതിരെയുള്ള സൂറത്ത് യാസീൻ്റെ വാദങ്ങൾ നമ്മൾ കാണുക. വിശുദ്ധ ഖുർആനിൽ, അതായത് ഒരു സന്ദേഹിയുടെ ഒരു ചോദ്യമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ചോദ്യമായിട്ട് ഇവിടെ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ചോദ്യം ഇതാണ്, ഒരു സന്ദേഹവാദിയുടെ വെല്ലുവിളിയാണത്. ജീർണിച്ച അസ്ഥികൾക്ക് ജീവൻ നൽകുന്നത് ആരാണ്? തകർന്നുപോയ ശരീരത്തെ ശവസംസ്കാരം നടത്തി അല്ലെങ്കിൽ അതിന് നശിപ്പിച്ചു കഴിഞ്ഞാൽ, അപ്പൊ സൂറത്ത് യാസീനിലെ തെളിവിതാണ്. നുത്ഫത്തിൽ നിന്ന്, ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ചവനായ അല്ലാഹു ഉണ്ടല്ലോ, ആ റബ്ബാണ് ഇതിനെയും നിർത്തുന്നത്. അസ്ഥി ഒന്നുമില്ലാത്തൊരു സാധനം, ഒരു തുള്ളിയിൽ നിന്ന് ഒരു ശരീരത്തെ ഉണ്ടാക്കുന്ന പടച്ച തമ്പുരാൻ തന്നെയാണ് ജീർണിച്ച അസ്ഥികൾക്ക് ജീവൻ നൽകുന്നത് എന്ന്. അതിൻ്റെ ഒരു ദാർശനിക തലം നോക്കൂ. അതായത് ഒരു ഉത്ഭവത്തിൽ നിന്നുള്ള ഉത്ഭവം ഒന്നുണ്ട്, അത് സ്ഥിരമായി നിൽക്കും, അത് സ്വയം പര്യാപ്തതയുള്ള ഒരു സാധനമായി മാറും, അങ്ങനെയുള്ളൊരു സംഗതിയായി അത് മാറും. പക്ഷെ ഇന്നത്തെ ആധുനിക പ്രതിസന്ധി എന്താണ്? ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനുഷ്യന്റെ ധാർഷ്ട്യമാണ്, ഭൗതികവാദമാണ്. ഇതിൽ നിന്ന് മാറി ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് കടന്നാൽ ഒരു മനുഷ്യന് ഈ സന്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അടുത്ത സന്ദേഹിയുടെ വെല്ലുവിളി ഇതാണ്: സങ്കീർണമായ ജീവിതം എങ്ങനെയാണ് പെട്ടെന്ന് തിരിച്ചു വരിക? മരിച്ചു, മരണമെന്ന് പറയുന്ന പ്രതിഭാസം സംഭവിച്ചു, ശരീരം ജീർണിച്ചു, തകർന്ന് തരിപ്പണമായി എല്ലാം പോയി, പിന്നെ എങ്ങനെയാണ് ഒരു ജീവിതം? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കുൻ ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. കുൻ ഫയകൂൻ, ഉണ്ടാവുക, അപ്പോഴേക്കത് ഉണ്ടാകുന്നു. ദിവ്യമായ പരമാധികാരത്തിൽ നിന്നുള്ള വാദമാണ്. ശക്തിക്ക് പരിധികളില്ല. ഭൗതിക നിയമങ്ങളെയും സമയപരിധികളെയും ഒരിക്കലും അത് തൊട്ട് തീണ്ടിയിട്ടില്ല. ഇനി നോക്കൂ, ജീവിതത്തിന് ആത്യന്തികമായ അർത്ഥമുണ്ടോ? ഒരു സന്ദേഹവാദിയുടെ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഒരു വെല്ലുവിളി, അതാണ് ഇന്നത്തെ വെല്ലുവിളിയെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ദിവ്യമായ ആധിപത്യം മലകൂത്ത് കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ, റബ്ബിലേക്കാണ് തിരിഞ്ഞു പോകാം. മലകൂത്ത്, ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമായ തിരിച്ചുവരവിനുള്ള ഒരുക്കമാണ്. ഇത് ആത്യന്തികമായ അർത്ഥത്തിനായുള്ള അന്വേഷണത്തെ നമ്മൾ പരിഹരിക്കും. ഇതിൻ്റെ ഒരു ദാർശനിക വശം എന്ന് പറയുന്നത് ലക്ഷ്യബോധമാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്നുണ്ടാവുകയാണ്, വീണ്ടും ഉണ്ടാവുകയാണ്. ആ ഒരു ഉജൂദിയത്തിനെ വ്യക്തമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് സൂറത്ത് യാസീൻ്റെ പ്രാപഞ്ചിക ദൃഷ്ടാന്തവും അതിൻ്റെ ശാസ്ത്രീയ പാരിസ്ഥിതിക അവബോധവുമൊക്കെയാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.